ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ആണ്. അബ്നോർമൽ സൈക്കോളജിയിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടേം ഡിസോസിയേഷൻ നമ്മൾ പൊതുവേ സ്പ്ലിറ്റിംഗ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മെൻ്റൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഡിസോസിയേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അഥവാ ഒരേ സമയം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എബിലിറ്റി ആവശ്യമുള്ള അല്ലെങ്കിൽ സ്കില്ല് ആവശ്യമുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള മൈൻഡിൻ്റെ ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ ഡിസോസിയേഷൻ പൊതുവെ മീൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസമായിട്ടും സാധാരണ ടേം ഡിസോസിയേഷന് മീനിങ് ഉണ്ട്. അഥവാ നമ്മുടെ ഒരേ സമയം തന്നെ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പോർഷൻസിനെ അവെയർനെസ് ഇല്ലാതെ മറ്റൊരു പോർഷൻസിൻ്റെ അവെയർനെസ് ഇല്ലാതെ നമ്മുടെ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു പാർട്സിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി. അതായത് ഒരേ സമയം നമുക്ക് നമ്മുടെ കോൺഷ്യസ് അവെയർനെസ്സിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസം ആവുന്നത് നമുക്ക് സെലക്റ്റീവായിട്ട് അവിടെ നമ്മുടെ സെൽഫ് അവെയർനെസ്സിനെ ഒരു ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അതവിടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആവുന്നത്. അതായത് നമുക്ക് ആങ്സൈറ്റി പ്രൊവോക്കിംഗ് അല്ലാത്ത ആക്ടിവിറ്റീസിൽ നമ്മുടെ അവെയർനെസ്സിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ആ ഒരു അർത്ഥത്തിലാണ് ശരിക്കും ടേം ഡിസോസിയേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറുള്ളത്. ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ്. പ്രധാനമായിട്ടും നമ്മുടെ നോർമലായിട്ടുള്ളൊരു വ്യക്തിയുടെ ഇൻറ്റിഗ്രേറ്റഡ് ഫങ്ഷൻസ് ഓഫ് കോൺഷ്യസ്നെസ്, മെമ്മറി, ഐഡൻറ്റിറ്റി ഇതിലൊക്കെ ഒരു ഡിസ്റപ്ഷൻസ് വരുന്നതിനെയാണ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി വരുന്നതിനെയാണ് അല്ലെങ്കിൽ ഇതിൽ വരുന്നൊരു ഡീവിയേഷനാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്നൊരു ഡിസോർഡറാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരേ സമയം നമ്മൾ ഒന്നിലധികം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റി സ്വിച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി പോലെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി പോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയെ പോലെ ജീവിക്കുന്നത് അല്ല. നമ്മൾ ഒരുപാട് ഫിലിംസിലൊക്കെ നമുക്ക് അറിയാം ഇത്തരം ക്യാരക്ടറുള്ള ആൾക്കാരെ നമുക്കറിയാം. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അങ്ങനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് ഉള്ള. ഓക്കെ, ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ വരുന്ന ഒരു ഡിസോർഡറാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അഥവാ DID, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. ഇപ്പോൾ DSM-4 DSM-5 ആദ്യം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നായിരുന്നു, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. അതൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ പ്രധാനമായിട്ടും നമ്മൾ സൊമാറ്റോഫോം ഡിസോർഡർ പറഞ്ഞപ്പോൾ അതിൽ ബോഡിലി ആയിട്ടുള്ള ഡെഫിസിറ്റ്സുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ബോഡിലി സിംറ്റംസ് കാണിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ബോഡിലി ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഡിസോസിയേറ്റീവിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാളുടെ കോൺഷ്യസ്നെസ് അഥവാ അയാളുടെ ബോധം അല്ലെ, ബോധത്തിൽ വരുന്ന പ്രശ്നം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്, അദ്ദേഹത്തിനുള്ളൊരു അവെയർനെസ്, അതുപോലെ ഐഡൻറ്റിറ്റി അല്ലെ, വ്യക്തിത്വത്തിൽ വരുന്ന ഒരു ഐഡൻറ്റിറ്റി അഥവാ ഞാനൊരു വേറൊരു വ്യക്തിയാണെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ പോലെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള തോന്നൽ, വേറൊരു വ്യക്തിയായിട്ട് അവർ മാറുന്നു. അതുപോലെ തന്നെ ഓർമ്മകൾ തന്നെ, അവരെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ, സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസും ഒപ്പം തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള നമ്മുടെ ഓർമ്മകളൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ റീകാൾ ചെയ്യാൻ പറ്റാത്ത, നമുക്കത് അവെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക. ഇതിലൊക്കെ വരുന്ന ഡിസോർഡേഴ്സിനെ നമുക്ക് ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനാണ് പറയുന്നത്. ഓരോ ടൈപ്പ് ഓഫ് ഡിസോർഡർ നമുക്ക് പേഴ്സണാലിറ്റിയുടെ ബേസിലും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയുടെ ബേസിലും വ്യത്യസ്ത ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൽ വരുന്നത് ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഡിസോർഡർ, ഡിസോസിയേറ്റീവ് അംനേഷ്യ, ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ DID. ഇത് DSM ക്ലാസിഫിക്കേഷനാണ് 4 ടൈപ്സ് ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ്. ഓക്കെ, ഓരോ ഡിസോർഡേഴ്സും നോക്കാം.
ഫസ്റ്റ് ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ ഡിസോർഡർ. ഡീപേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സെൻസ് ഓഫ് സെൽഫ് അതിൽ വരുന്ന ലോസ്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൽ ഡിസറപ്ഷൻസ് വരുന്നതിനെയാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ഡീപേഴ്സണലൈസേഷനിൽ അവർക്ക് തന്നെ അവരിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. അഥവാ അവരുടെ സെൻസ് ഓഫ് സെൽഫ് വേറൊരു സെൻസ് ഓഫ് സെൽഫായിട്ട് തോന്നുക. സാധാരണഗതിയിൽ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി നമുക്ക് അറ്റാച്ച്ഡ് ആണ് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എന്നുള്ള ഫീലിംഗ് അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള നിങ്ങളുടെ ഫീലിംഗ് അത് അറ്റാച്ച്ഡ് ആണ്. അഥവാ സെൻസ് ഓഫ് സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ. ഒരു ഔട്ട്സൈഡ് ഒബ്സർവർ പോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ഔട്ട്സൈഡ് ഒബ്സർവറെ പോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ, അതാണ് ശരിക്കും ഡീപേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഡീറിയലൈസേഷനിൽ സെൻസ് ഓഫ് റിയാലിറ്റി ഓഫ് ഔട്ട്സൈഡ് വേൾഡ്, അഥവാ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ടുള്ള ഒരു റിയാലിറ്റി ഉണ്ട് അല്ലേ, അത് ലോസ്റ്റ് ആകുന്നതിൽ അല്ലെങ്കിൽ അതിൽ വരുന്ന ഡിഫിക്കൽട്ടിയാണ് ഡീറിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡീപേഴ്സണലൈസേഷന് ഡീറിയലൈസേഷന് നോർമൽ കണ്ടീഷനിൽ യൂഷ്വലി ചിലർക്ക് ഈ മെൻ്റൽ ഡിസോർഡർ അല്ലാതെ തന്നെ ചില എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഡീപേഴ്സണലൈസേഷനൊക്കെ പൊതുവെ സംഭവിക്കാറുണ്ട്, ഒരു ഡിറ്റാച്ച് ഫ്രം റിയാലിറ്റി. സാധാരണഗതിയിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്സൈഡ് ഒബ്സർവറെ പോലെ നമുക്ക് തന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഫിനോമിന, അല്ലെങ്കിൽ അങ്ങനൊരു മെൻ്റലായിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ റിയൽ ലൈഫിൽ, അത് സ്വപ്നത്തിലാണ് അല്ലെങ്കിൽ ഉറക്കത്തിലാണ്, റിയൽ ലൈഫിൽ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസ് ഓഫ് സെൽഫിനെ ഒരു ഔട്ട്സൈഡ് ഒബ്സർവറെ പോലെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഡീപേഴ്സണലൈസേഷനാണ്. അപ്പോൾ ഈ ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഈ ഡീപേഴ്സണലൈസേഷൻ്റെ സിംറ്റംസും അഥവാ സെൻസ് ഓഫ് സെൽഫ് ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യും. ഒപ്പം തന്നെ ഡീറിയലൈസേഷൻ നമ്മുടെ എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്സൈഡ് ആയിട്ടുള്ള വേൾഡ് അതും ഒരു ഡ്രീം ലൈക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് പോലെ ഫീൽ ചെയ്യുന്നതാണ് ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ ഡിസോർഡർ എന്ന് പറയുന്നത്. നമ്മൾ സ്ലീപ്പ് ഡിപ്രിവിയേഷൻ അല്ലെങ്കിൽ തീരെ ഉറക്കം കിട്ടാത്ത അല്ലെങ്കിൽ ഉറക്കം നമ്മൾ 1-2 ദിവസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, അതുപോലെ അമിതമായിട്ട് അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ഡിസ്ട്രെസ്സുകൾ ഉള്ള സമയത്ത് ഒക്കെ തന്നെ ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഡീപേഴ്സണലൈസേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡീറിയലൈസേഷൻ എക്സ്പീരിയൻസ് വളരെ മീൻസ് എപ്പോഴെങ്കിലൊക്കെ വളരെ മൈൽഡ് ഫോമിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ അതൊരു ഡിസോർഡർ ആകണമെങ്കിൽ നമ്മൾ മറ്റ് കാര്യം കൂടി മീറ്റ് ചെയ്യണം, മറ്റു കാര്യങ്ങൾ കൂടി മീറ്റ് ചെയ്യണം അല്ലേ. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രെസ്സോ ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിൽ വരുന്ന ഇമ്പയർമെൻറ്റും കൂടി വേണം. നമ്മൾ എല്ലാ ഡിസോർഡറും പറയുമ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ആ ഡിസോർഡറിൻ്റെ കൂടെ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഡിസോർഡർ കൊണ്ട് ഡിസ്ട്രെസ് വേണം, ഇപ്പം തന്നെ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ് വേണമെന്നുള്ളത്. സോഷ്യലോ ഒക്യുപ്പേഷനോ എഡ്യൂക്കേഷനോ ആയിട്ടുള്ള മേജർ ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്ങിൽ വരുന്ന ഇമ്പയർമെൻറ്റ് അല്ലേ. അപ്പോൾ ഇല്ലാതെ യൂഷ്വലായിട്ട് ചിലപ്പോൾ നമുക്ക് അപൂർവമായിട്ട് ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഈ ഡീറിയലൈസേഷൻ ശരിക്കും അല്ലെങ്കിൽ ഡീപേഴ്സണലൈസേഷൻ ഒരു കോൺഷ്യസ്നെസ്സിൽ വരുന്ന ഡിസ്റപ്ഷനാണ്. നമ്മൾ ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ പറഞ്ഞു പെർസെപ്ഷൻ ചിലപ്പോൾ കോൺഷ്യസ്നെസ്സിൽ ഡിസ്റപ്ഷൻ വരുന്നില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡറാണ് ശരിക്കും ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ. അത് ഡ്രാസ്റ്റിക്കലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതോ ചിലപ്പോൾ നമുക്ക് റിയൽ സിറ്റുവേഷൻ വരും. ഒപ്പം തന്നെ ഡീപേഴ്സണലൈസേഷനിലാണെങ്കിൽ ചിലപ്പോൾ ഒരു നമ്മുടെ മൈൻഡ് ആൻഡ് സെൽഫ് ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. ഒപ്പം തന്നെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീലിങ്ങും വരും. പിന്നെ തന്നെ മറ്റൊരു കാര്യം കൂടിയും ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ടത്, സാധാരണ PTSD അതുപോലത്തെ മറ്റു പാനിക് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ ചിലപ്പോൾ ഡീപേഴ്സണലൈസേഷൻ സിംറ്റംസ് കാണിക്കാം അല്ലേ. പാനിക് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു ഡീറിയലൈസേഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിൽ നിന്ന് വരുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എപ്പിഡമോളജിക്കലായിട്ടുള്ള ഡാറ്റ നോക്കുമ്പോൾ ഈ ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇത്തരം എക്സ്പീരിയൻസുകൾ നോർമലായിട്ടുള്ള പോപ്പുലേഷനിൽ സാധാരണമാണ്. സാധാരണ നമ്മൾ ഡിപ്രഷൻ ആങ്സൈറ്റി കഴിഞ്ഞാൽ 3rd മോസ്റ്റ് കോമൺലി റിപ്പോർട്ടഡ് സൈക്യാട്രിക് സിംറ്റം ആയിട്ടാണ് ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ കാണുന്നത്. മറ്റ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സുകൾ, ഇപ്പോൾ LSD അല്ലെങ്കിൽ മറ്റ് സൈക്കോഡെലിക്സ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന മൂലം ഡീപേഴ്സണലൈസേഷൻ എക്സ്പീരിയൻസുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ
ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഡിസോർഡർ. ഇത് ഡീപേഴ്സണലൈസേഷൻ ഒറ്റക്കും ഡീറിയലൈസേഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും കേട്ടോ. ഡീപേഴ്സണലൈസേഷൻ ഓർ ഡീറിയലൈസേഷൻ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും ഒന്ന് ഈ ഡീപേഴ്സണലൈസേഷൻ എക്സ്പീരിയൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഡീറിയലൈസേഷൻ എക്സ്പീരിയൻസ് വേണം. അഥവാ ഡിറ്റാച്ച്ഡ് ഫ്രം റിയാലിറ്റിയോ അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ഫ്രം വൺ സെൽഫ്, അല്ലെ, നമ്മളിൽ നിന്ന് വരുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റോ വേണം. ഒപ്പം തന്നെ ഈ സമയത്ത് ഡ്യൂറിങ് ദ ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ എക്സ്പീരിയൻസ് റിയാലിറ്റിയിലായിരിക്കണം ആ ഒരു വ്യക്തി, അഥവാ ഇൻടാക്റ്റ് ആയിരിക്കണം, അദ്ദേഹത്തിൻ്റെ റിയാലിറ്റി ഇൻടാക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് സ്വപ്നത്തിലൊന്നും ഇപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ബട്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യണം. അപ്പം തന്നെ ഈ സിംറ്റംസ് അദ്ദേഹത്തിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് ഒക്കെ ഒക്യുപ്പേഷനിലോ സോഷ്യലോ എഡ്യൂക്കേഷനൽ ആയിട്ടുള്ള ഏരിയാസിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ്, അഥവാ റിലേഷൻഷിപ്പിലും വർക്കിലും എഡ്യൂക്കേഷനിലൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നേരിടണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു ഫിസിയോളജിക്കലായിട്ടുള്ള ഇഫക്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു ഫിസിയോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്പീരിയൻസ് ആകരുത്. അങ്ങനെ എല്ലാം ഉറപ്പ് വരുത്തണം. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള മറ്റ് ഇപ്പോൾ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ മറ്റ് സൈക്കോട്ടിക് ആയിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ കൂടെ ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ആൽക്കഹോൾ അഡിക്ഷനൊക്കെ ഉള്ള അബ്യൂസൊക്കെ കൂടുതലുള്ള ആൾക്കാരിലൊക്കെ ചിലപ്പോൾ ഇത്തരം സിംറ്റംസ് കാണിക്കും. അപ്പോൾ അതൊന്നും അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റിയാലിറ്റിയിൽ ഡീപേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ സിംറ്റംസ് കാണിക്കുകയും സിഗ്നിഫിക്കൻറ്റ് ഡിസ്ട്രെസ്സും ഇമ്പയർമെൻ്റ് ഇൻ ഫങ്ഷനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസോർഡറായിട്ട് ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു എത്തിയോളജി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കോസൽ ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. ഒന്ന് സൈക്കോഡൈനാമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന നിലയിലാണ്. അഥവാ നമുക്കൊരു ഡിസ്ട്രെസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജിക്കൽ എക്സ്പ്ലനേഷൻ SSRI സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന ഡീവിയേഷൻസ് അല്ലെങ്കിൽ അതിൽ വരുന്ന അബ്നോർമാലിറ്റീസ് ഇത്തരം സിംറ്റംസ് ഉണ്ടാക്കും എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ഡിസോർഡർ ഡിസോസിയേറ്റീവ് ഡിസോർഡറിലുള്ള പ്രധാനപ്പെട്ട ഡിസോർഡറാണ് ഡിസോസിയേറ്റീവ് അംനേഷ്യ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡിസോർഡർ ആയിരിക്കും ഡിസോസിയേറ്റീവ് അംനേഷ്യ. ഇതിനെ സൈക്കോജനിക് അംനേഷ്യ എന്ന് വിളിക്കും. സാധാരണഗതിയിൽ അംനേഷ്യ നമുക്കറിയാം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലൊക്കെ വരുന്ന ഡാമേജ് അല്ലെങ്കിൽ ഡിറ്റോറിയേഷൻ കൊണ്ട്, ന്യൂറോണിൻ്റെ ഡീജനറേഷൻ കൊണ്ട് നമുക്ക് വരുന്ന ലോസ് ഓഫ് മെമ്മറിയാണ് നമ്മൾ അംനേഷ്യ എന്ന് പറയുക. അഥവാ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. രണ്ട് രീതിയിൽ അത് വരും. ഒന്ന് റെട്രോഗ്രേഡ് വരും, ആൻറ്റിറോഗ്രേഡ് വരും. റെട്രോഗ്രേഡിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ആ ഒരു ഡാമേജ് അല്ലെങ്കിൽ ആ ഒരു ഇവൻ്റ് ഉണ്ടായതിന് മുമ്പുള്ള എക്സ്പീരിയൻസ് നമുക്ക് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ടോട്ടലായിട്ടോ ഇനബിലിറ്റി ടു റീകാൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കതിനെ റെട്രോഗ്രേഡ് എന്ന് വിളിക്കാം, അല്ലേ. ആൻറ്റിറോഗ്രേഡിലാവുമ്പോൾ പ്രധാനമായിട്ടും ന്യൂ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, ആക്സിഡൻറ്റിന് ശേഷമുള്ള ഇവൻറ്റുകളെ ഓർത്തെടുക്കാൻ പറ്റാത്ത ആൻറ്റിറോഗ്രേഡാണ്. റെട്രോഗ്രേഡിൽ പ്രധാനമായിട്ടും ആക്സിഡൻറ്റിന് മുമ്പുള്ള വസ്തുക്കൾ അഥവാ ആ ഒരു ഇവൻറ്റിന് മുമ്പുള്ള ഇൻഫർമേഷൻസ് റീകാൾ ചെയ്യാൻ ടോട്ടലായിട്ടോ പാർഷ്യലായിട്ടോ ഇനിബിലിറ്റി ടു റിറ്റൈൻ എന്നുള്ള ആളാണെങ്കിൽ അവസ്ഥയാണെങ്കിൽ അതിനെ റെട്രോഗ്രേഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോഴും അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഓർത്ത് വെക്കുക. ഒരു ഇവൻറ്റ് സംഭവിച്ചു, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ആ ആക്സിഡൻറ്റിന് ശേഷമുള്ള ന്യൂ ഇൻഫർമേഷനാണ് ആൻറ്റിറോഗ്രേഡിൽ വരുന്നത്. ന്യൂ ഇൻഫർമേഷൻ, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇവൻറ്റുകളൊന്നും അവർക്ക് വളരെ ഷോർട്ട് ടേം മാത്രമായിരിക്കും അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനുശേഷം എന്തെങ്കിലും ഒരു കാര്യം അവർ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടേം ആയിട്ട് ഓർത്ത് വെക്കും, പിന്നെ അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഓൾഡായിട്ടുള്ള കുറേ കാലം മുമ്പ് നടന്ന ഈ ഇവൻറ്റിന് മുമ്പ് നടന്നിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഡിസോർഡർ ഇവിടെ ഡിസോസിയേറ്റീവ് അംനേഷ്യ ആണ്. ഈ അംനേഷ്യ എന്നുള്ള വേർഡാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡിസോസിയേറ്റീവ് അംനേഷ്യ അഥവാ സൈക്കോജനിക് അംനേഷ്യ, അതിൽ പ്രധാനമായിട്ടും റെട്രോഗ്രേഡ് അംനേഷ്യ വരുന്നത്. റെട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവൻറ്റിന് മുമ്പുള്ള ഇൻഫർമേഷന്, ന്യൂ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ അവർക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷേ ഓൾഡ് ആയിട്ടുള്ള കുറേ മുമ്പേ അവർ പഠിച്ചു വെച്ച പല കാര്യങ്ങളും അവർ മറന്നു പോയിട്ടുണ്ടാവും. അത് അവർക്ക് പാർഷ്യലായിട്ടോ വരും അല്ലെങ്കിൽ ടോട്ടലി ആയിട്ടും ആ സമയത്ത് നടന്ന ഒരു കാര്യം അവർക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കില്ല.
സാധാരണഗതിയിൽ നോർമൽ ഫോർഗെറ്റിംഗ് നമുക്ക് ഉണ്ടാവാറുണ്ട്. നോർമലായിട്ട് ഡിസ്ട്രെസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയും. ഇൻഫർമേഷൻ ഓവർലോഡ്. ഇപ്പോൾ നമ്മൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ടാസ്കുകൾ ഒരേ സമയം നോക്കണം അല്ലേ. നമുക്ക് മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഒപ്പം തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ട് തന്നെ വണ്ടിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യണം. ഒപ്പം തന്നെ മുമ്പിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. സിഗ്നൽ നോക്കണം. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ടാസ്ക് ഒരേ സമയം ചെയ്യും. ആ സമയത്ത് ആക്സിഡൻറ്റ് സംഭവിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറയും നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ല എന്ന് പറയും അല്ലേ. അത് ഇൻഫർമേഷൻ ഓവർലോഡ് ആയതുകൊണ്ടാണ്. നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ ഒരേ സമയം വരുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സാധാരണഗതിയിൽ അത്തരം ഫോർഗെറ്റിംഗ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ ഒരേ സമയം വരുമ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറന്നു പോകുന്നൊക്കെ. ബട്ട് ഈ ഡിസോസിയേറ്റീവ് അംനേഷ്യ അഥവാ സൈക്കോജനിക് അംനേഷ്യയിൽ അത്തരത്തിലുള്ളതൊന്നുമല്ല. ഒപ്പം തന്നെ ഇത് നെർവസ് സിസ്റ്റത്തിലുള്ള ഡാമേജ്, ഇപ്പോൾ ആക്സിഡൻറ്റ് മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ടൊക്കെ ഈ അംനേഷ്യ വരുന്നുണ്ട്. പക്ഷെ അത് സൈക്കോളജിക്കൽ അല്ല അല്ലേ, അത് ഓർഗാനിക് അംനേഷ്യ എന്നതിന് പറയാം. അത് ഒരു ഡാമേജ് വരുമ്പോൾ വരും, പക്ഷെ അത് ആ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടിൽ വരുന്ന ഡാമേജാണ്. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കാരണം ന്യൂറോൺസിൻ്റെ ഡീജനറേഷനാണ് അല്ലേ. പക്ഷെ അത്തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല. നോർമലായിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം വഹിക്കുന്നുണ്ട്. പക്ഷേ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഒരു കാര്യം ഓർത്തെടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്ന് പറയുന്നത്. നോർമൽ ഫോർഗെറ്റിംഗ് അല്ല കേട്ടോ. നമ്മൾ ഓർഡിനറി ലൈഫിൽ, യൂഷ്വൽ ലൈഫിൽ സാധാരണ സംഭവിക്കുന്ന ഫോർഗെറ്റിംഗ്, ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഡിസോസിയേറ്റീവ് അംനേഷ്യ എന്ന ഡിസോർഡർ അല്ല. ഇവർക്ക് പ്രധാനമായിട്ടും സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഇവൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു കോമ്പറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പേറ്റ് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിനോട് വിക്റ്റിം ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നെർവസ് സിസ്റ്റത്തിലോ ഒന്നും ഫിസിക്കലായിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ മെൻ്റലി നമുക്ക് ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, മെൻ്റലി നമ്മളെ ബാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഓർമ്മകൾ സമ്മാനിക്കുന്ന, ഓർമ്മകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റോ അല്ലെങ്കിൽ റേപ്പ് പോലെയുള്ള എന്തെങ്കിലും കണ്ടീഷൻസ്, എന്തെങ്കിലും അവസ്ഥകൾ നമുക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ഇവൻ്റ് ആയിരിക്കും പ്രധാനമായിട്ടും നമുക്ക് ഇതിനെ റീകാൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ വരുന്നത്. 2 ടൈപ്സ് ഓഫ് സൈക്കോജനിക് അംനേഷ്യ ഉണ്ട്. ഒന്ന് ലോക്കലൈസ്ഡ് ആൻഡ് സെലക്റ്റീവ്. ലോക്കലൈസ്ഡിൽ വരുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ചില ഇവൻറ്റ് മാത്രം നമ്മൾ ഓർത്തെടുക്കും. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഇവൻറ്റുകളായിരിക്കും. ആ സമയത്ത് ഉണ്ടായിരുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ് ആ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല, കാരണം അതൊരു സൈക്കോജനിക് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. കാരണം ബോഡിലി ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല, പക്ഷേ ഓർത്തെടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും അത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഒരു റേപ്പ് വിക്റ്റിം ആണെങ്കിൽ ആ റേപ്പ് ഇവൻറ്റിനെ കുറിച്ച് ഓർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രെസ്ഫുള്ളാണ്, ആങ്സൈറ്റി ഉണ്ടാക്കും വീണ്ടും വീണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു അവർ അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ സമയം നമ്മൾ എന്ത് ചെയ്യും, ഡിസോസിയേറ്റീവ് അഥവാ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അത് ലോക്കലൈസ്ഡ് ആണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമാണ്. സെലക്റ്റീവ് അംനേഷ്യ എന്ന് പറയുന്നത് ആ ഒരു ഹവർ മൊത്തം നമ്മൾ ഓർക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇവൻറ്റിനെ മാത്രം ആ ഒരു സെലക്റ്റീവ് ചെയ്തിട്ട് ആ ഒരു ഇവൻറ്റ് അപ്പോൾ ആ ഒരു അവറിൽ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകും, പക്ഷേ ആ ഒരു ഇവൻറ്റിനെ മാത്രം നമ്മൾ മറക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഉണ്ടായിട്ടുള്ള ആ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ് മാത്രം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നത് അത് സെലക്റ്റീവ് ആയിട്ടുള്ള അംനേഷ്യയാണ്. ലോക്കലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സംഭവിച്ചിട്ടുള്ള ഒന്നും അവർക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇത് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. സാധാരണ നമ്മുടെ പേഴ്സണൽ ഇവൻറ്റ്സിനെയാണ്, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇവൻറ്റ്സിനെ നമ്മൾ ഓട്ടോബയോഗ്രഫിക് മെമ്മറി എന്ന് പറയുക. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഇവൻറ്റ്സ്, അത് നമ്മളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇവൻറ്റ്സ്, നമ്മുടെ പേഴ്സണൽ ഇവൻറ്റിനെയാണ് നമുക്ക് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറീസ് എന്ന് പറയുന്നത്. അതായത് എന്നെക്കുറിച്ച് എനിക്കുണ്ടാകുന്ന ഓർമ്മകളൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയാണ്. ഈ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയിലും ചിലപ്പോൾ എന്ത് പറ്റും, ഈ റെട്രോഗ്രേഡ് ആയിട്ടുള്ള അംനേഷ്യ അഥവാ റെട്രോഗ്രേഡ് സൈക്കോജനിക് അംനേഷ്യ കേട്ടോ. സൈക്കോജനിക് ആണ്. റെട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു ഈവൻറ്റിന് മുൻപുള്ള ഇതൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത റെട്രോഗ്രേഡാണ്. ഇവിടെ റെട്രോഗ്രേഡ് സൈക്കോജനിക് ആണ്, അഥവാ അവിടെ നെർവസ് സിസ്റ്റത്തിലുള്ള ഡാമേജുകളൊന്നുമല്ല, ഓർഗാനിക് ആയിട്ടുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല, പക്ഷേ ഒരു ഡിസോസിയേറ്റീവ്
അംനേഷ്യയാണ്. അതുകൊണ്ട് ഇത് സൈക്കോജനിക്കാണ് അംനേഷ്യ. ഇതിൻ്റെ ഒരു എപ്പിഡമോളജി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ജനറൽ പോപ്പുലേഷനിൽ 2 to 6% ജനറൽ പോപ്പുലേഷനിൽ ഇതുണ്ട്. പിന്നെ ജെൻഡർ ഡിഫറൻസ് അൺനോൺ ആണ്. സാധാരണഗതിയിൽ മെയിൽസിലും ഫീമെയിൽസിലും ഒരുപോലെ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക്. ഇതിൻ്റെ എത്തിയോളജി കോസൽ ഫാക്ടർ നമ്മൾ പറയുകയാണെങ്കിലും സൈക്കോഡൈനമിക് ആയിട്ടുള്ള കോസൽ ഫാക്ടർ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതൊരു ഡിഫെൻസ് മെക്കാനിസം അഥവാ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഓർമ്മകളെ നമ്മുടെ കോൺഷ്യസ് അവെയർനെസ്സിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കത് ഡിസ്ട്രെസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാക്കും എന്നതുകൊണ്ട് നമ്മുടെ മൈൻഡ് ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്, ഒരു ഈഗോയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് അത്തരം ഇവൻറ്റുകളെ, ഡിസ്ട്രെസ് ആയിട്ടുള്ള ഇവൻറ്റ്സുകളെ ഓർമ്മയിലേക്ക് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ആ നിലക്കാണ് ഈ ഡിഫെൻസ് മെക്കാനിസമായിട്ടാണ് ഈ ഒരു ട്രോമാറ്റിക് ഇവൻറ്റിലെ ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയെ നമ്മൾ കാണുന്നത്. ഇനി ഇത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ DSM പറയുന്നത് ഒന്ന് ഇനബിലിറ്റി ടു റീകാൾ, അത് പാർഷ്യലായിട്ടോ ടോട്ടലായിട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ, എസ്പെഷ്യലി ഇതുപോലെ ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്ര ഇൻഫർമേഷൻ ഓർത്തെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം. ഒപ്പം എല്ലാത്തിലും പറയുന്ന പോലെ ഈ ഒരു സിംറ്റംസ് അദ്ദേഹത്തിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇമ്പയർമെൻറ്റുകൾ സോഷ്യലായിട്ടുള്ള ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള അതർ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്ങിൽ കാണിക്കണം. പിന്നെ മറ്റു ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ കൂടെ മറ്റു ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓർമ്മകൾ ചിലപ്പോൾ ഒരു ഇവൻറ്റ് ഓർത്തെടുക്കാൻ പറ്റിക്കോണമെന്നില്ല, അല്ലെങ്കിൽ മറ്റ് സബ്സ്റ്റൻസ് യൂസ് ചെയ്ത ഇഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കഴിയില്ല, ഓർത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഡിസോസിയേറ്റീവ് അംനേഷ്യയിൽ വരില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പുവരുത്തണം. അത്തരം സബ്സ്റ്റൻസിൻ്റെ ഇഫക്റ്റ് അല്ല, ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസ് അല്ല. അതുപോലെ തന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള മറ്റു പ്രോബ്ലംസും ഉണ്ട് അല്ലേ. ഇപ്പോൾ അംനേഷ്യ ഫിസിയോളജിക്കലായിട്ടുള്ള ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ന്യൂറോളജിക്കലായിട്ടുള്ള അവസ്ഥ കൊണ്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഡാമേജൊക്കെ അംനേഷ്യ ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം എന്നൊക്കെ ഉറപ്പ് വരുത്തണം. ഓക്കെ. പിന്നെ മറ്റ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ, മറ്റ് PTSD, സൊമാറ്റിക് സിംറ്റം ഡിസോർഡറിൻ്റെ കൂടെ അത് ചിലപ്പോൾ അതിൻ്റെ കൂടെ വളരെ മൈൽഡായിട്ടുള്ള ഇത്തരത്തിലുള്ള എപ്പിസോഡ്സ് കാണിക്കും. അപ്പോൾ അതെല്ലാം എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മേജറായിട്ടുള്ള സിംറ്റംസ് ഏത് ഡിസോർഡറാണ് കാണിക്കുന്നത് ആ ഡിസോർഡറായിട്ടാണ് ഡയഗ്നോസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് ഉറപ്പുവരുത്താം. ഈ 4 കോമൺ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസാണ് DSM പറയുന്നത്. ഇത്തരം ഇനബിലിറ്റി ടു റീകാൾ പ്രധാനമായിട്ടും ഡിസ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റുകളായിരിക്കും കേട്ടോ. അതാണ് ഏറ്റവും പ്രത്യേകത. സാധാരണഗതിയിൽ നമുക്ക് നോർമൽ ലൈഫിലുണ്ടാകുന്ന ഇവൻറ്റ്സുകളൊക്കെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടില്ല, അവർക്കത് റീകാൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പറ്റാത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ലൈഫിലുണ്ടാകുന്ന ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റേപ്പ് അറ്റംപ്റ്റുകളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചൈൽഡ്ഹുഡിലുണ്ടാകുന്ന മറ്റ് അബ്യൂസുകളൊക്കെ ആയിരിക്കും ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. ഒപ്പം തന്നെ ലോക്കലൈസ്ഡ് അംനേഷ്യ, സെലക്റ്റീവ് അംനേഷ്യ, ഒപ്പം തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് അംനേഷ്യയാണ് ജനറലൈസ്ഡ് അംനേഷ്യ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ടൈപ്സ് ഓഫ് അംനേഷ്യയിൽ ജനറലൈസ്ഡ് അംനേഷ്യ അഥവാ ആ ഒരു വ്യക്തിയുടെ എൻറ്റയർ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ലോങ് ടൈമിൽ തന്നെ അവർക്ക് ആ സമയത്തുള്ള ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. അവിടെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റുകളൊക്കെ നടന്നിട്ടുണ്ടാവും, ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റമാറ്റൈസ്ഡ് അംനേഷ്യ എന്ന് പറയും. അഥവാ ഒരു കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻസ് അത് വ്യത്യസ്ത സമയങ്ങളിൽ നടന്നതായിരിക്കാം, വ്യത്യസ്ത സമയങ്ങളിൽ നടന്നതായിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ ആക്കിയിട്ട് അത് മാത്രം ഓർത്തെടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഒരു കോളേജിൽ നമുക്കൊരു നെഗറ്റീവ് ഇവൻറ്റ് ഉണ്ടായാൽ ആ കോളേജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അഥവാ കോളേജിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കോളേജ് എന്നുള്ളതിനെ ലാബിലൈസ് ചെയ്തിട്ട് ആ ഒരു സിസ്റ്റമാറ്റൈസ് ചെയ്തിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് വരുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീകാൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാൽ ആ ഫാമിലിയിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പിന്നെ ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ടുള്ള അംനേഷ്യ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം. ഡിസോസിയേറ്റീവ് അംനേഷ്യ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് നോർമൽ ഫോർഗെറ്റിംഗ് അല്ല കേട്ടോ. നോർമൽ ഫോർഗെറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റു ഡാമേജ് മൂലം വരുന്ന ഫോർഗെറ്റിംഗൊന്നും അല്ല. ഇത് സൈക്കോളജിക്കലായിട്ടുള്ള നെഗറ്റീവ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് മൂലം സൈക്കോജനിക്കാണ്. സൈക്കോജനിക് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഓർഗാനിക് ഇല്ല, ഓർഗാനിക്കായിട്ടുള്ള ഡാമേജ് മൂലം വരുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക.
മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്, മറ്റൊരു ഡിസോർഡറാണ് ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരവസ്ഥയാണ്. അഥവാ നമ്മൾ ഫ്യൂഗ് എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണഗതിയിൽ എസ്കേപ്പ് ചെയ്യുക എന്നൊരു മീനിങ്ങിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ, ഫ്ലൈറ്റ് ചെയ്യുക എന്ന് പറയും അല്ലേ. ഇവിടെ മെമ്മറിയിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്മറിയിൽ മാത്രമല്ല ഈ ഒരു ഡിസോർഡറിൽ പ്രശ്നം വരുന്നത്, പക്ഷേ എൻ്റയർ ലൈഫിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ തന്നെ പ്രശ്നം വരികയാണ്. അഥവാ നമ്മളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്, ഹോം എൻവയോൺമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ കോളേജ്, സ്കൂള്, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ്, അതുപോലെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ള നമ്മുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ ഒരാളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഇതൊക്കെ എല്ലാം എൻ്റയർ കാര്യങ്ങളും ഒരു ദിവസം മാറുന്നതിനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ രീതിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ടൈം കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ പഴയ പാസ്റ്റായിട്ടുള്ള ഇവൻറ്റിനെ എല്ലാം ഒഴിവാക്കുന്നതിന്, അല്ലെങ്കിൽ ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത എല്ലാത്തിനെയും ഡിസോസിയേറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെ പറയും. ഈ ഡിസോസിയേഷൻ എന്നുള്ള വേർഡ് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ഡിസോസിയേറ്റ് ചെയ്യണം മീൻസ് അതിനെ രണ്ടാക്കി കാണുന്ന ഒരു ഇവൻ്റാണ് ഡിസോസിയേറ്റീവ് ഫ്യൂഗ് എന്ന് പറയുന്നത്. അഥവാ അവർക്ക് അവരുടെ മുമ്പത്തെ ലൈഫിലുണ്ടാവുന്ന ഒരു ഇവൻറ്റിനെ കുറിച്ചും ഓർത്തെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് അവർ അൺഅവെയർ ആയിരിക്കും. മീൻസ് അവർക്കൊന്നും അവർക്ക് അവെയർനെസ്സിൽ വരില്ല. അവർ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി സ്വിച്ച് ചെയ്യുമ്പോൾ അവർ വേറൊരു വ്യക്തിയെ പോലെ വേറൊരു നാട്ടിൽ പോയിട്ട് ജീവിക്കുക. കാരണം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതെൻ്റെ നാടല്ല എന്ന രീതിയിൽ വേറൊരു വ്യക്തിയെ പോലെ, വേറൊരു ജോലി ചെയ്യുന്ന പോലെ, മീൻസ് അയാളുടെ ജോലി, വീട്ടുകാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ പോവാണ്, വേറെ എവിടെയെങ്കിലും പോവാണ്, വേറൊരു വ്യക്തിയെ പോലെ വേറെ ജോലി ചെയ്ത് വേറെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മറന്നു പോകാതിരിക്കാൻ ഡിസോസിയേറ്റീവ് ഫ്യൂഗ് മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റോറി പോലെ മനസ്സിലാക്കുക. ഒരു വ്യക്തി അയാളുടെ വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് വീട്ടിലുള്ള ഫ്രണ്ട്സ്, ഫാമിലി, ജോലി, എഡ്യൂക്കേഷൻ ഇതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ദിവസം വേറൊരു വ്യക്തി തന്നെ ആയിട്ട് വേറൊരു വ്യക്തിയെ പോലെ അദ്ദേഹം ഒരു കാര്യവും ഓർമ്മയില്ലാതെ വേറെ നാട്ടിൽ പോവാണ്. അവിടെ നിന്ന് അവർ യാത്ര ചെയ്യും. കാരണം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ രാവിലെ ഇവിടുന്ന് പോയി വീട്ടിലേക്ക് വരുന്നത് ഇത് നമ്മുടെ സറൗണ്ടിങ് ആണെന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബോധം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ബോധമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ വീട്ടിലേക്ക് വരില്ല, അല്ലെങ്കിൽ നിങ്ങളെ കോളേജിലേക്ക് വരില്ല, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന ഏരിയാസിൽ പോകില്ല. കാരണം നമ്മുടെ ഒരു ബോധം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓർമ്മകളും നമ്മളിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ വേറൊരു നാട്ടിൽ പോവും, അവിടെ വേറൊരു ജോലി ചെയ്ത് വേറൊരു വ്യക്തിയായിട്ട് വേറൊരു ഫാമിലിയായിട്ട് അവർ ജീവിക്കും. ഡിസോസിയേറ്റീവ് ഫ്യൂഗ്. പക്ഷെ അവരുടെ ഫങ്ഷനിങ്ങിൽ പുറത്തൊരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് ഒരാളെ നോക്കുമ്പോൾ അയാളുടെ ബിഹേവിയറലായിട്ട് ഒരു പ്രോബ്ലംസും കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇത് പുറത്തുള്ള ഒരാൾ കാണുമ്പോൾ, പുറത്തുള്ള അറിയാത്തൊരാൾ കാണുമ്പോൾ അയാൾ വേറൊരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ നോർമൽ ഫങ്ഷനിങ് നടത്തുന്ന ഒരു ലൈഫ് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ കാണാം. പക്ഷേ ഇതിലൊരു സസ്പീഷ്യസ്നെസ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ്സിനും ആയിരിക്കും. കാരണം ഇദ്ദേഹത്തിനൊന്നും പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സസ്പീഷ്യസ്നെസ് വരും. പക്ഷെ പുറത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഇവരുടെ ടേസ്റ്റ്, ഇവരുടെ വസ്ത്രധാരണ, ഇവരുടെ ആചാരങ്ങൾ എൻ്റയർലി ഇവരെന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുമെന്നുള്ളതാണ്. ഈ ഒരു ഡിസോർഡർ വളരെ ഡ്രാമാറ്റിക്കാന്ന് പറയാൻ കാരണം ഇത് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കും, ചിലപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കും, ചിലപ്പോൾ ഇയേഴ്സ് ആയിരിക്കും, 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് അവർക്കൊരു ഇൻസൈറ്റ് വരും. അവരുടെ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ, നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ അവർ പോകും. അപ്പോൾ അവർക്കൊരു, കാരണം അവരുടെ നോർമൽ സറൗണ്ടിങ്സ് അല്ല അവിടെ അല്ലേ. കാരണം ചിലപ്പോൾ അവർ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച, ഒരു മാസമൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗ് അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അവരെന്ത് ചെയ്യും, അവരുടെ പുതിയ വർക്കായിരിക്കും, അവരുടെ പുതിയ ആൾക്കാരൊക്കെ ആയിരിക്കും, ഇങ്ങനെ അവർക്ക് ഒരു ഇൻസൈറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഴയ ഓർമ്മകൾ അവർക്ക് വരുമ്പോൾ, അപ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യും, അവരുടെ വീട്ടിലേക്ക് തന്നെ വരും അല്ലേ, അല്ലെങ്കിൽ അവരുടെ മുൻപത്തെ വീട്ടിലേക്ക് തന്നെ വരും. ആ ഒരു സറൗണ്ടിങ്സിൽ അവർ ജീവിക്കും. അവരിലേക്ക് വീണ്ടും ഫ്യൂഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് വരികയാണെങ്കിൽ അവർ വീണ്ടും വേറെ നാട്ടിൽ പോയിട്ട് വേറൊരു വ്യക്തിയെ പോലെ ജീവിക്കും. ഇങ്ങനെ സ്റ്റേറ്റുകൾ മാറുമ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് ഇതിൽ ഇമ്പയർമെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രെസ് ഫീൽ ചെയ്യുന്നത് അല്ലേ. കാരണം ഡിസ്ട്രെസ് ഫീൽ ചെയ്യുക കാരണം വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു ദിവസം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കാര്യവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വരുന്നൊരു ഡിസ്ട്രെസ് ഉണ്ടല്ലോ, അതൊരു സബ്ജക്റ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും എന്ത് വരും, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസോർഡേഴ്സിനെ പോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ഡിസ്ട്രസ്സും ഇമ്പയർമെൻറ്റ്, സോഷ്യൽ ഒക്യുപ്പേഷണൽ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ് ഫങ്ഷനിങ്ങിൽ ഇമ്പയർമെൻറ്റ് വരും. സാധാരണഗതിയിൽ ഇവർ യാത്ര ചെയ്യുന്നതിലായിരിക്കും നമുക്ക് വളരെയധികം ഇവരെ മനസ്സിലാക്കാൻ പറ്റുക. കാരണം ഇവർ ഒരു ദിവസം ഇവരെ കാണുമല്ലോ ചിലപ്പോൾ. കാരണം ഇവർ ഈ ഫ്യൂഗ് സ്റ്റേറ്റിലാണെങ്കിൽ ഇവർ ദീർഘമായിട്ട് വളരെ ദൂരത്തേക്കായിരിക്കും ഇവർ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇത്തരം ആൾക്കാരെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇവർ പെട്ടെന്ന് ഒരു ദിവസം കാണാൻ ഇല്ലാതായിട്ട് വേറെ നാട്ടിൽ വേറൊരു വ്യക്തിയായിട്ട് ജീവിക്കുന്നുണ്ടാവും അവർ പോയിട്ട്. ഇത് ഫേക്കിംഗ് സിംറ്റംസ് കാണിക്കുന്നവരുണ്ടാവും കേട്ടോ. ഫോർ എക്സാമ്പിൾ നാട്ടിലൊരു പോലീസ് കേസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫേക്ക് ചെയ്യുന്നവരുണ്ടാവും. ഡിസോസിയേറ്റീവ് ഫ്യൂഗിൽ അവർ ഫേക്ക് ചെയ്യുന്നതല്ല, അതൊരു തരം ഡിഫെൻസാണ്, അല്ല ഒരു ഡിസോസിയേഷൻ അഥവാ ഒരു സൈക്കോജനിക് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് അവർ ഫേക്ക് ചെയ്യുന്നതല്ല. ബട്ട് സിംറ്റംസ് അവർക്ക് ഒരു വേറെ പേഴ്സണാലിറ്റി ഒന്നും അല്ല, ബട്ട് സൈക്കോജനിക്കായിട്ട് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഡിസോസിയേഷനാണ് കാണിക്കുന്നത്. ഈ ഡിസോസിയേറ്റീവ് സ്റ്റേറ്റിൽ അഥവാ ഇവരുടെ ഫ്യൂഗ് സ്റ്റേറ്റിലാണെങ്കിൽ ഇവരുടെ ഓൾഡ് ഇൻഫർമേഷന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും എലമെൻറ്റ്സ് കാണുകയാണെങ്കിലും ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാൾ ഫ്യൂഗ് സ്റ്റേറ്റിലായിട്ട് വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് ജീവിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഒരു ചാൻസ് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരാൾ നേരിട്ട് കാണാൻ വേണ്ടി ഇടവന്നാലും ഇവരെ അറിയുന്നുണ്ടാവില്ല. മീൻസ് ഇവർക്ക് ഇവരുടെ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇവരുടെ ഓർമ്മകളൊന്നും തന്നെ ഇവർക്ക് റീകാൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു ഇവൻറ്റിനെയും ഒരു വസ്തുക്കളെയും ഒരു വ്യക്തികളെയും അവർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ബട്ട് ഫ്യൂഗ് സ്റ്റേറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരെന്നെ ട്രാവൽ ചെയ്ത് വരും. മീൻസ് അവർക്ക് അറിയാവുന്ന സ്ഥലം ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെന്നെ ട്രാവൽ ചെയ്ത് അവരുടെ വീട്ടിലേക്ക് തന്നെ വരും. ഇൻ കേസ് അവർക്ക് വീണ്ടും ഫ്യൂഗ് സ്റ്റേറ്റ് വരികയാണെങ്കിൽ അവർ വീണ്ടും വേറെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്തിട്ട് വേറൊരു വ്യക്തിയെ പോലെ ജീവിക്കും. ഇതിൻ്റെ കോസൽ ഫാക്ടർ പറയുന്നത് സൈക്കോഡൈനാമിക് ആണ് കൂടുതൽ. നമ്മുടെ ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള റിക്കറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ചൈൽഡ്ഹുഡിൽ വരുന്ന ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള, മീൻസ് അത്രയും ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സൈക്കോളജിക്കലി ഡിഫിക്കൽറ്റി ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസുകൾ ഭാവിയിൽ അഥവാ അഡൾട്ട് ലൈഫിൽ അല്ലെങ്കിൽ അഡോൾസൻസ് ലൈഫിലൊക്കെ അവർക്ക് ഫ്യൂഗ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഫ്യൂഗ് സ്റ്റേറ്റിൻ്റെ അവസാനം ഇവർക്കൊരു ഇൻസൈറ്റ് വരും എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ചിലപ്പോൾ അവർക്കൊരു റിയലൈസേഷൻ ഫീലിംഗ് ഒക്കെ വരും. അപ്പോഴാണ് ശരിക്കും ഇവർക്ക് ഡിസ്ട്രെസ് ഫീൽ ചെയ്യുന്നത്. അഥവാ ഞാൻ ഇതുവരെ ജീവിക്കാത്ത വേറെ ഏതോ എൻവോൺമെൻറ്റിൽ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ അവരിലൊരു സൈക്കോളജിക്കൽ ഡിഫിക്കൽറ്റി, കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഒപ്പം തന്നെ ഒരു റിയലൈസേഷൻ, പേഴ്സണലൈസേഷൻ എക്സ്പീരിയൻസും അവരിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇക്ലക്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈക്കോഡൈനാമിക് ആയിട്ടുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൈക്കോതെറാപ്പിയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഇത് സൈക്കോഡൈനാമിക് കോസൽ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഹിപ്നോ തെറാപ്പി, ഫാർമക്കോളജിക്കലായിട്ടുള്ള ചികിത്സയുടെ കൂടെ തന്നെ ഹിപ്നോസിസ് ബേസ്ഡ് ആയിട്ടുള്ള ചികിത്സകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സിൽ എല്ലാം വരുന്ന കോസൽ ഫാക്ടറും ട്രീറ്റ്മെൻറ്റും ഈ പറയുന്ന DID ആണെങ്കിലും ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ഡിസോസിയേറ്റീവ് അംനേഷ്യ, അതുപോലെ തന്നെ ഡീപേഴ്സണലൈസേഷൻ റിയലൈസേഷൻ ഡിസോർഡർ, ഈ ഡിസോർഡേഴ്സിലൊക്കെ വരുന്ന കോസൽ ഫാക്ടർ ട്രീറ്റ്മെൻറ്റ് ഇത് ഏകദേശം സെയിം ആണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അതായത് കോസൽ ഫാക്ടർ നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, ഏർലി ലൈഫിലുണ്ടാകുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ് ഓർത്തെടുക്കാൻ നമ്മളുടെ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഒപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും സൈക്കോഡൈനാമിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും. ഒപ്പം തന്നെ ഇതിലുണ്ടാകുന്ന നെഗറ്റീവ് ഇവൻസിന്, ഈ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ ആങ്സൈറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള SSRI കാറ്റഗറിയിലുള്ള ഫാർമക്കോളജിക്കലായിട്ടുള്ള ചികിത്സയും കൊടുക്കും. ഓക്കെ, അത് അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് തീരുമാനിക്കുന്നത്. ഡിസോസിയേറ്റീവ് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ DSM പറയുന്നത് ഒന്ന്, ഇവർക്ക് ഡിസ്റ്റർബൻസ്, പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ വർക്ക് പ്ലേസും അല്ലെങ്കിൽ അവരുടെ നോർമൽ ലൈഫിൽ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു യാത്ര ചെയ്തിട്ട് വേറെ ലൈഫിൽ പോയിട്ട് ജീവിക്കുക. അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവർക്ക് കൺഫ്യൂഷൻ വരിക. അത് ഒരു ഫുൾ ബ്ലോണിൽ വരണമെന്നില്ല, വളരെ പാർഷ്യലായിട്ട്
വന്നാലും മതി. പാർഷ്യലായിട്ട് അവർക്ക് ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു അസ്വസ്ഥത വളരെ അപൂർവമായിട്ട് അവർക്ക് ചിലപ്പോൾ വരും. അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റു ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, ഇപ്പോൾ നമ്മൾ DID അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പോലെ തന്നെയാണ് നമ്മൾ സിംറ്റംസ് നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റു ഫിസിയോളജിക്കലായിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ ഇഫക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഡ്രഗ് അബ്യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ മറ്റ് രോഗങ്ങളുടെ ചികിത്സയുടെ ഇഫക്റ്റായിട്ട് ഫിസിയോളജിക്കലായിട്ടുള്ള രോഗങ്ങളുടെ ചികിത്സയുടെ സൈഡ് ഇഫക്റ്റായിട്ട് ചിലപ്പോൾ ഇത്തരം സിംറ്റംസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇൻഹിബിഷൻ ഇല്ലാതാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ട്രാവൽ ചെയ്തെന്നിരിക്കും. അല്ലെങ്കിൽ മറ്റ് സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളിലുണ്ടാകുന്നൊരു ഇൻഹിബിഷൻ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അത് ചിലപ്പോൾ ട്രാവൽ ചെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ വേറൊരു കുറഞ്ഞ ദിവസത്തേക്ക് ചിലപ്പോൾ വേറെ നാട്ടിൽ പോയി നിൽക്കും. പക്ഷേ അത് ഡിസോസിയേറ്റീവ് ഫ്യൂഗ് അല്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അത്തരത്തിലുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസ് എല്ലാം എന്ന് ഉറപ്പ് വരുത്തണം. ജനറലായിട്ടുള്ള ഓർഗാനിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ലോബ്സിൽ വരുന്ന അബ്നോർമാലിറ്റീസൊക്കെ ഇത്തരം ഡിസോസിയേറ്റീവ് ഫ്യൂഗിൻ്റെ സിംറ്റംസ് ഉണ്ടാക്കും. അപ്പോൾ അതൊന്നും അല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ് നമ്മുടെ സോഷ്യൽ ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള അതർ ഏരിയാസിൽ കാണിക്കും വേണം. എന്നാൽ മാത്രമേ ഡിസോസിയേറ്റീവ് ഫ്യൂഗായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട മെൻ്റൽ ഡിസോർഡറാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. ഇവിടെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറും എന്ന് അറിയപ്പെടുന്നുണ്ട്. അഥവാ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡറാണ്. ഇവിടെ പേഷ്യൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യക്തി ചെയ്യുന്നത് 2 or more ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാണിക്കുകയാണ്. വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി. അഥവാ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളതിനാണ് ആദ്യം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണാലിറ്റി കുറച്ചും കൂടി സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഐഡൻറ്റിറ്റിയിലാണ് ഇവിടെ ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് DSMൻ്റെ പുതിയ റിസർച്ചുകളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സണാലിറ്റി എന്ന് മാറ്റിയിട്ട് അവിടെ ഐഡൻറ്റിറ്റി എന്നാക്കാൻ കാരണം. പേഴ്സണാലിറ്റി എന്ന് നോക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ശരിക്കും ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു ഡിസോസിയേറ്റീവ് ഡിസോർഡറാണ്. ഇതിൽ വരുന്നത് പ്രധാനമായിട്ടും നമുക്കതൊരു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഫിലിമാണ് മോഹൻലാലിൻ്റെ അണിച്ചിത്രത്തായി അല്ലേ. ആ ഫിലിമിൽ ശോഭനയുടെ ക്യാരക്ടർ കാണിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. അവരുടെ ക്യാരക്ടറാണ് അതിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിലുള്ളത്. അഥവാ അവരുടെ 2 or more പേഴ്സണാലിറ്റി, 2 എന്ന് പറയുമ്പോൾ മിനിമം 2 എങ്കിലും ആവും അല്ലേ. മിനിമം 2 ആണ്. അതിൽ 2 ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഒന്ന് നാഗവല്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ഒപ്പം തന്നെ അവരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറും കാണിക്കുന്നുണ്ട് അല്ലേ. ഈ മോർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേഴ്സണാലിറ്റികളിൽ വ്യത്യസ്ത ഐഡൻറ്റിറ്റി ചിലപ്പോൾ കാണിച്ചിരിക്കാം. ഇതിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയിൽ ഡയഗ്നോസ് ചെയ്ത കേസ് തന്നെ, റിയൽ കേസിൽ തന്നെ ഒരു സാധാരണഗതിയിൽ 3, 4, 5 തന്നെ കാണാറുണ്ട്. യൂഷ്വലി തന്നെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്നവരിൽ 4, 5 പേഴ്സണാലിറ്റി ഒരേ സമയം കാണിക്കാറുണ്ട്. സാധാരണ വളരെ യൂഷ്വലാണ് 2, 2 or 3 പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയിലേക്ക് അവർ ആൾട്ടർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ആൾട്ടർ ചെയ്യുന്ന ഈ ഒരു ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഞാൻ പറഞ്ഞ ഫിലിമിൻ്റെ ബേസിൽ ഒരു അനാലിസിസ് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായിട്ട് ഇത് ജസ്റ്റ് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് പറയുന്നത്. അതായത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ പറയാം. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി വരുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഇവർ മാറുന്ന സമയത്ത്, പേഴ്സണാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ, ശരിക്കും പേഴ്സണാലിറ്റി അല്ല ഐഡൻറ്റിറ്റിയാണ്, രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഐഡൻറ്റിറ്റി വേറെയാണ്, പേഴ്സണാലിറ്റി വേറെയാണ്. ഐഡൻറ്റിറ്റിയിലേക്ക് മാറുന്ന സമയത്ത് പഴയ ആയിട്ടുള്ള അഥവാ റിയൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ഐഡൻറ്റിറ്റിയിലുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, സെൽഫ് അവെയർനെസ്, അവരുടെ വേ ഓഫ് ലൈഫ് സ്റ്റൈല്, അവരുടെ ഫുഡ് ടേസ്റ്റ് ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യും. ഇവരുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് പോലും വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചേഞ്ചസ് ഇവരിലുണ്ടാക്കും. അതുപോലെ തന്നെ ഇവരുടെ വേ ഓഫ് ടോക്കിംഗ്, ഇവരുടെ സംസാര രീതി, ഇവരുടെ വേ ഓഫ് ഇൻ്ററാക്ഷൻസ്, ഇവരുടെ ബോഡി ലാംഗ്വേജസ്, ഇവരുടെ മൈന്യൂട്ടായിട്ടുള്ള മറ്റൊരു വ്യക്തിയെ പോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ചേഞ്ച് ചെയ്യും.
പക്ഷേ ഇവർ ഡിസോസിയേറ്റീവ് ഫ്യൂഗ് സ്റ്റേറ്റിനെ പോലെ യാത്ര ചെയ്യുകയോ വേറൊരു വ്യക്തിയായിട്ട് ജീവിക്കുകയോ ചെയ്യുന്നത് ആ ഒരു പേഴ്സണാലിറ്റി ജീവിക്കുന്ന ആ ഒരു സറൗണ്ടിങ് എൻവോൺമെൻറ്റിൽ തന്നെ വേറൊരു വ്യക്തിയായിട്ട് ജീവിക്കുക ചെയ്യുന്നത്. സെയിം എൻവോൺമെൻറ്റിൽ ഇവർ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. അത് തന്നെ ചിലപ്പോൾ ഒരേ സമയം തന്നെ റിക്കറൻ്റ് ആയിട്ട് ഇതിങ്ങനെ എപ്പിസോഡ്സ് മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു 3-4 ഐഡൻറ്റിറ്റി അവർ മാറ്റി വരും. ആ ഐഡൻറ്റിറ്റി മാറുന്ന സമയത്ത് മറ്റൊരു ഐഡൻറ്റിറ്റിയിലുള്ള അവരുടെ വസ്ത്രധാരണ, അവരുടെ വിശ്വാസം, അവരുടെ ഭക്ഷണ രീതി, അവരുടെ വസ്ത്രധാരണ, അവരുടെ ബോഡി ലാംഗ്വേജസ് ഒക്കെ തന്നെ ഇവർ കാണിക്കും. അതാണ് വളരെ ഡ്രാമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നുക. ഇവരുടെ ടേസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ ചോയ്സുകൾ, അവരുടെ പാർട്ട്നേഴ്സ്, ഇതിലെല്ലാം തന്നെ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് അഥവാ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരിക്കും അവർക്ക് ഫോം ചെയ്യുന്നുണ്ടാകുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഇവർക്കുണ്ടാകുന്ന എക്സ്പീരിയൻസും അവർക്കുണ്ടാകും. അഥവാ ഇപ്പോൾ ഒരാൾ ABC എന്ന് പറയുന്ന 3 ഐഡൻറ്റിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്വിച്ച് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആകുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രീവിയസ് എക്സ്പീരിയൻസ് ഒരു B എന്ന ഐഡൻറ്റിറ്റിയിലേക്ക് മാറുമ്പോൾ അവർക്കത് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ C എന്ന ഐഡൻറ്റിറ്റിക്ക് മാറുമ്പോൾ Aയുടെയും Bയുടെയും എക്സ്പീരിയൻസുകളോ ഓർമ്മകളോ Cക്ക് ഉണ്ടാവില്ല. ഓക്കെ, വളരെ അപൂർവമായിട്ട് ഓർമ്മകളുണ്ടാവും. അഥവാ റിയലായിട്ട് അവരുടെ പേഴ്സണാലിറ്റിയിലേക്ക് മാറുമ്പോൾ, റിയൽ ഐഡൻറ്റിറ്റിയിലേക്ക് മാറുമ്പോൾ വളരെ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഫിലിമിൽ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ശോഭനയുടെ ക്യാരക്ടർ, ശോഭന ഇമോഷണലായി മാറുമ്പോൾ നാഗവല്ലിയായിട്ട് മാറാനുള്ള ഒരു സാധ്യതകൾ അവിടെ കാണിക്കുന്നുണ്ട്. അത് ആ ഫിലിമിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് ഫിലിം എക്സാജറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഡിസോർഡറിനെ അവർ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇവൻറ്റ് അവർക്ക് സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഈ Bയുടെയോ Cയുടെയോ ഐഡൻറ്റിറ്റിയുടെ ചില എലമെൻറ്റ്സ് അവർ കാണിച്ചു തന്നിരിക്കാം. ഓക്കെ, ഇതൊരു ഡിസോസിയേഷനാണ്. പലപ്പോഴും നോർമൽ കോൺഷ്യസ്നെസ്സിൽ ശോഭന അവസാനം പറയുന്നുണ്ട് ഫിലിമിൽ, മോഹൻലാൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിത് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെ അറിയാൻ ആഗ്രഹമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അല്ലേ. അതായത് ഇവർക്ക് അവരുടെ കോൺഷ്യസ് ആയിട്ടുള്ള ബോധത്തിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ ഉണ്ടല്ലോ. പക്ഷേ വളരെ അപൂർവമായിട്ട് റിയൽ ലൈഫിൽ ഇത്തരത്തിൽ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ഉള്ള സമയത്ത് ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവർക്ക് തന്നെ ഫീൽ ചെയ്യും. ഒരു ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലെയുള്ളൊരു സംശയം അവർക്ക് തന്നെ ഫീൽ ചെയ്യും. അത് പലപ്പോഴും ആങ്സൈറ്റി പ്രൊവോക്ക് സിറ്റുവേഷനിൽ മാത്രമേ അത് ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഇതിന് ഹോസ്റ്റ് ഐഡൻറ്റിറ്റി, ആൾട്ടർ ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ 2 ടൈപ്പായിട്ട് പറയാറുണ്ട്. ഹോസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ റിയൽ നെയിമുള്ള ഐഡൻറ്റിറ്റിയാണ്. അഥവാ ആ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള പേരുള്ള ഐഡൻറ്റിറ്റി നമ്മൾ ഹോസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കാം. ആൾട്ടർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള പേരില്ലാത്ത മറ്റ് ഐഡൻറ്റിറ്റി. അതിൽ ചിലപ്പോൾ ഒരു ഫിലിം ആക്ടേഴ്സിൻ്റെ നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ഏതെങ്കിലും വ്യക്തിയുടെ പേരായിരിക്കാം. ഇവരുടെ ഹാൻഡ് റൈറ്റിങ്ങും സെക്ഷൽ ഓറിയൻറ്റേഷനും അല്ലെങ്കിൽ ഇവരുടെ ഫിസിക്കലായിട്ടുള്ള ചെറിയ ചേഞ്ചസുകളൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ചേഞ്ചസുകളൊക്കെ കൃത്യമായിട്ട് ഇവർ ക്യാച്ച് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇവരുടെ ചിലപ്പോൾ വ്യത്യസ്ത ലാംഗ്വേജുകളൊക്കെ സംസാരിക്കും അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ. അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഡിസോസിയേറ്റീവ് ഡിസോർഡർ വരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി മാറുമ്പോൾ ഇംഗ്ലീഷൊക്കെ ചിലപ്പോൾ സംസാരിക്കും. അവർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു അമേരിക്കക്കാരൻ പറയുന്ന പോലെ പറയില്ല, പക്ഷേ അവരിൽ തന്നെ ഉള്ളിലുള്ള മെമ്മറീസ് അവർ റീവോക്ക് ചെയ്ത് എടുത്തിട്ട് അത് വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ സംസാരിക്കും അല്ലേ. അല്ലെങ്കിൽ അവരുടെ എന്താണ് വേ ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, നമുക്ക് പുറമേ ഉള്ള ആ നോർമൽ വ്യക്തിക്ക് കാണുമ്പോൾ അത് വളരെ ഹിസ്റ്റിക്കലായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ നമുക്കറിയാം ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ ലേറ്റർ ലൈഫിലോ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം അവർ പറയുന്നത്. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ സംതിങ് സ്റ്റോറീസിലൊക്കെ അവർ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, അതാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത. ആൾട്ടർ ഐഡൻറ്റിറ്റിയിൽ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും കാണിക്കുന്നത്. ഇവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സമയത്ത് ഇവരെ ഈ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ചെയ്യുമ്പോൾ ഇവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. ഇത് പ്രധാനമായിട്ടും ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ അഡോൾസൻസ് ഏജിൽ, ടീനേജിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽസിലാണ് മെയിൽസിനേക്കാൾ കൂടുതൽ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ജെൻഡർ ഡിഫറൻസിന് കാരണം നമുക്കറിയാം ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡറൊക്കെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന സെക്ഷലായിട്ടോ അല്ലെങ്കിൽ മറ്റു അബ്യൂസുകൾ
ആണ്. നമ്മൾ ആ ഒരു ഫിലിമിലും പറയുന്ന അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അല്ലേ. ശോഭനയുടെ ചെറിയ കുട്ടിയാകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ വരുന്ന ഒരു പ്രോബ്ലംസ് ആണ് അല്ലേ. അത്തരത്തിൽ ഒരുപാട് നമ്മുടെ ഫാമിലി എൻവയോൺമെൻറ്റ് ഒക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. നമ്മൾ കൃത്യമായിട്ട് വേറെ വീഡിയോ തന്നെ നമുക്കത് കാണിക്കാം. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സൊക്കെയാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ. ഒപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് 2 or more ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി കാണിക്കണം. 2 or more മിനിമം 2 എങ്കിലും കാണിക്കണം. അത് ഹയർ ആയിക്കഴിഞ്ഞാൽ ഒരുപാടായി പോകും, 5ഉം 8ഉം അങ്ങനെ ഐഡൻറ്റിറ്റി വേണമെങ്കിൽ കാണിക്കാം. അതിൽ ഒരു ഐഡൻറ്റിറ്റി അവരുടെ റിയൽ നെയിമുള്ള ഐഡൻറ്റിറ്റി തന്നെ ആയിരിക്കും, റിയൽ നെയിമുള്ള ഐഡൻറ്റിറ്റി ആയിരിക്കും ഒന്ന് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ആ പേഴ്സൺസിൻ്റെ നിയന്ത്രണത്തിലാവില്ല ഈ ഇത്തരം സ്വിച്ചിങ് ചെയ്യുന്നത്. പലപ്പോഴും ഇമോഷണൽ പ്രൊവോക്കിംഗ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഈ ഓരോ ഇവൻറ്റിന് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും ഇംപ്ലിസിറ്റ്ലി, അഥവാ അവർക്ക് പോലും അത് കോൺഷ്യസ്ലി അവെയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതിൽ നാഗവല്ലിയായി മാറുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ. അതിൽ ഫുൾ അവെയർനെസ് ശോഭനയ്ക്കില്ല അല്ലേ, ആ ഫിലിമിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആൾട്ടർഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കാണിക്കുന്ന സമയത്ത് എപ്പോൾ അത് മാറണമെന്ന് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ള കൺട്രോള് റിയൽ പേഴ്സണാലിറ്റിക്ക് ഉണ്ടായിക്കോണമെന്നില്ല. ഓക്കെ. അങ്ങനെ പക്ഷേ അവർക്ക് ഏകദേശം ഉണ്ടാവുകയും ചെയ്യും എപ്പോഴായിരിക്കും ഇത് മാറുക എന്നുള്ളത്. അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഒരു അവെയർനെസ് ഇവർക്ക് ഈ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഉണ്ടാവും. ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി മാറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില ഓർമ്മകൾ അവർക്ക് വളരെ മൈൽഡായിട്ടുള്ള ചില ഓർമ്മകൾ അവർക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യും, ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് വേറെ പേഴ്സണാലിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ചില എബിലിറ്റി മീൻസ് ഫീച്ചേഴ്സ് ഇവർക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ. ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇത്തരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്തരം ഡിസ്റ്റർബൻസ് മറ്റ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇത്തരം ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ്, അതുപോലെ തന്നെ മറ്റ് ഓർഗാനിക് ആയിട്ടുള്ള പ്രോബ്ലം കൊണ്ടല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതിൻ്റെ കോസൽ ഫാക്ടർ ഒരുപാട് പറയുന്നുണ്ട്. അതിൽ സൈക്കോഡൈനാമിക് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഒപ്പം തന്നെ പാരൻറ്റിങ് പറയുന്നുണ്ട്. ഇഫക്റ്റീവായിട്ടുള്ള പാരൻറ്റിങ് ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് സാധ്യതയുണ്ട്. ഒരു ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ഫോം ചെയ്യാത്ത അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം വളരെ ലോ ആയിട്ടുള്ള നല്ലൊരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യാത്ത ഫാമിലി എൻവയോൺമെൻറ്റിൽ ആണെങ്കിൽ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഫാമിലി എൻവയോൺമെൻറ്റ് ഒരു കുട്ടിക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വം വാർത്തെടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ സ്വയം വ്യക്തിത്വത്തോട് തോന്നുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഒപ്പം തന്നെ മറ്റൊരു പേഴ്സണാലിറ്റിയോട് തോന്നുന്ന മറ്റൊരു ഐഡൻറ്റിറ്റിയോട് തോന്നുന്ന സുപ്പീരിയോറിറ്റി കോംപ്ലക്സും എമ്പതറ്റിക് ആയിട്ടുള്ള അവസ്ഥകളും ഈ രീതിയിലുള്ള ഐഡൻറ്റിറ്റി ഡിസോർഡർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് വളരെ ഫോക്കസ് ചെയ്തിട്ടൊരു കോസൽ ഫാക്ടർ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത് അണ്ടർ റിസർച്ചാണ്, കൂടുതൽ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഏറ്റവും കൂടുതൽ ഫേക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസോർഡറും കൂടിയാണ്. പലർക്കും ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡർ നമുക്കറിയാം, ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വക്കീലന്മാർ പറയുന്നത് അവർ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ള ആളായിരുന്നു എന്നാണ് പറയാം. അവർ ശിക്ഷ കിട്ടാതെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നൊരു ഡിസോർഡറാണ് ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ. കാരണം നിയമപരമായിട്ട് വ്യത്യസ്ത പേഴ്സണാലിറ്റിയിൽ ചെയ്യുന്ന ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ആയിട്ടുള്ള ഒരാൾ വേറൊരു ഐഡൻറ്റിറ്റിയിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ ഇല്ല എന്നുള്ളതാണ്. കാരണം അയാളുടെ റിയൽ ആയിട്ടുള്ള ബോധത്തോട് കൂടിയിട്ട് റിയൽ ഐഡൻറ്റിറ്റി ചെയ്തതല്ല എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ വളരെ കോൺട്രവേഴ്ഷ്യലാണ്. കാരണം ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ്ലി ഇതിനെ മെഷർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല അല്ലേ. നമ്മളെ ഒബ്ജക്റ്റീവ്ലി ഇത് ഫേക്കിംഗ് സിംറ്റംസ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിലൊരു ബുദ്ധിമുട്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിലുണ്ടാക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റും പറഞ്ഞ പോലെ ഫാർമക്കോളജിക്കലായിട്ടുള്ള ചികിത്സകളും ഒപ്പം തന്നെ ഇത്തരം ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ട്രോമാറ്റിക് ഇവൻറ്റിനെ അതിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള ഹിപ്നോസിസ് പോലെയുള്ള ഹിപ്നോസിസിൻ്റെ ബേസിലുള്ള ചികിത്സാ രീതികളും ഉപയോഗിക്കുന്നുണ്ട്. സൈക്കോ സോഷ്യലായിട്ടുള്ള ഇൻ്റർവെൻഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നല്ല ഫാമിലി എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസുകൾ കുറക്കുന്നതും പാരൻറ്റിങ്ങും ഇത്തരം ഡിസോർഡറുകൾ ഫ്യൂച്ചറിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിസോസിയേറ്റീവ് ഡിസോർഡറിൽ പറയുന്നത്. പ്രധാനമായിട്ടും അബ്നോർമൽ സൈക്കോളജി ആൻഡ് മോഡേൺ ലൈഫ്, സിനോപ്സിസ് ഓഫ് സൈക്യാട്രി, ബിഹേവിയറൽ സയൻസ് എന്നുള്ള ടെക്സ്റ്റുകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ ഒപ്പം തന്നെ ഈ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡറിൻ്റെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ആ ഫിലിംസിൻ്റെ ബേസിലുള്ള ഒരു അനാലിസിസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ 4 ഡിസോർഡറുകൾ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ, ഡിസോസിയേറ്റീവ് ഫ്യൂഗ്, ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ ഡിസോർഡർ. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.